അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒറ്റക്കായിരിക്കുമ്പോഴും കൂട്ടത്തിലായിരിക്കുമ്പോഴും സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ലാഭത്തിലും നഷ്ടത്തിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം എന്ന മതം മനുഷ്യന് നൽകുന്നത്, അഥവാ ഒരു വിശ്വാസിക്ക് നൽകുന്നത്, ലോകത്ത് തുല്യതയില്ലാത്ത ചില ഗുണങ്ങളാണ്. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും ഒരു മതത്തിനോ പ്രത്യയശാസ്ത്രത്തിനോ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കാൻ കഴിയാത്ത അത്രയും വലിയ ഗുണപരമായ മാറ്റങ്ങളാണ് ഒരു മുസ്ലിമായ മനുഷ്യനിൽ ഇസ്ലാം ഉണ്ടാക്കുന്നത്. അതിന്റെ കാരണം എല്ലാ മതങ്ങളും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നതും പറയപ്പെടുന്നതും. ഇസ്ലാം ഉദ്ദേശിക്കുന്നതും മനുഷ്യന്റെ നന്മ തന്നെയാണ്. പക്ഷേ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഇസ്ലാം ഒഴികെയുള്ള എല്ലാ മതങ്ങളും മനുഷ്യ നിർമ്മിതമാണ്. അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും രൂപങ്ങളും ഭാവങ്ങളും മനുഷ്യ നിർമ്മിതമാണ്. ഇസ്ലാം എന്ന മതത്തിന്റെ അതിൻ്റെ നിയമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച റബ്ബാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയും മനുഷ്യരുണ്ടാക്കിയ സംവിധാനങ്ങളും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇസ്ലാം എന്ന മതവും മറ്റുള്ള മതങ്ങളും തമ്മിൽ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലേക്ക് അയക്കപ്പെട്ട സമൂഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ സമൂഹമാണ് നിങ്ങളെന്ന് ഖുർആൻ നമ്മളെ വിശേഷിപ്പിച്ചത്. പക്ഷേ ഈ ഇസ്ലാമിന്റെ നന്മകൾ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ നന്മകൾ, അത് ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ യഥാർത്ഥമായ ഇസ്ലാം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പേരും നാടും കുടുംബവും പ്രസ്ഥാനവും സംഘടനയും ഓഫീസും ഇതൊന്നും മുസ്ലിം ആയതുകൊണ്ടായില്ല. അവന്റെ ജീവിതത്തിലേക്ക് ഇസ്ലാമിന്റെ കാതലായ ഭാഗം കടന്നു വരണം. നോക്കൂ, മനുഷ്യനെ നന്നാക്കാൻ എന്തൊക്കെ തത്വങ്ങളും എന്തൊക്കെ പ്രത്യയശാസ്ത്രങ്ങളുമാണ് ലോകത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു,
മനുഷ്യ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. അല ഇന്ന ഫിൽ ജസദി മുദ്ഗ. അത് നന്നായാൽ ആ മനുഷ്യൻ മുഴുവനും നന്നായി. അത് കേടുവന്നാൽ ഇദാ ഫസദത്, അത് കേടുവന്നാൽ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവനും കേടുവരും. അല നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്, ഹൃദയമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം നന്നാവണം. നന്നായെങ്കിൽ മാത്രമേ ആ മനുഷ്യനെ മറ്റു നന്മകൾ അവരിലേക്ക് കടന്നു വരും. ആ ഹൃദയം നന്നായിട്ടില്ലെങ്കിൽ എന്ത് ഉപദേശങ്ങളും എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, അവൻ നന്നാവൂല. നോക്കൂ, വിശുദ്ധ ഖുർആൻ അള്ളാഹു മാനവർക്ക് മാർഗദർശനമായി അയച്ചു കൊടുത്ത, ഇറക്കി കൊടുത്ത ആ ഖുർആൻ. ആ ഖുർആൻ കൊണ്ട് ആർക്കാണ് മാർഗദർശനം കിട്ടുക? എല്ലാവർക്കും കിട്ടുമോ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ. ആ ഖുർആൻ അത് മാർഗദർശനമാണ് ലിൽ മുത്തഖീൻ, ഹൃദയത്തിൽ തഖ്വയുള്ളവർക്ക്. അപ്പോ ഹൃദയം തഖ്വ കൊണ്ട് നന്നായവർക്കാണ് ഇസ്ലാമിന്റെ വെളിച്ചവും അതിന്റെ നന്മയും അതിന്റെ മുഴുവൻ നല്ല വശങ്ങളും പൂർണ്ണമായിട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇസ്ലാം നന്മയാണ്, ഇസ്ലാമിന് നന്മകളുണ്ട് എന്നൊക്കെ പറയുമ്പോ നമ്മളെന്നെ പരസ്പരം ചോദിക്കാറുണ്ട്, എന്നിട്ട് ആ നന്മ എവിടെ? ആ നന്മ കാണുന്നില്ലല്ലോ സമൂഹത്തിൽ. എല്ലാ വേണ്ടാത്തരങ്ങളിലും എല്ലാ വൃത്തികേടുകളിലും എല്ലാ മോശത്തരങ്ങളിലും മുസ്ലിമാണ് എന്ന് പറയുന്നവരുടെ പേരുകളും എണ്ണങ്ങളും വർദ്ധിക്കല്ലാതെ കുറയുന്നില്ലല്ലോ. ഇവിടെയാണ് ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഇസ്ലാം അത് മുന്നോട്ട് വെക്കുന്ന നന്മകൾ അതൊരു മനുഷ്യന്റെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ്, അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, അവന്റെ തഖ്വയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഇവിടെ ഇന്ന് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം അതിന്റെ അനുയായികളോട് വളരെ കർശനമായി, കർക്കശമായി, വളരെ കൃത്യമായി പറഞ്ഞതും സമൂഹം തീരെ വില കൽപ്പിക്കാതെ പോയതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, മുസ്ലിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് ഒരു മുഖ്യമന്ത്രിയോളമോ പ്രധാനമന്ത്രിയോളമോ ഒന്നും വലുതല്ല, അതിനേക്കാൾ മേലെയാണ്. ഒരു മുസ്ലിമാണ് ഈ ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വസ്തു. വിശുദ്ധമായ കഅബ, ആ കഅബാലയത്തിനെ തവാഫ് ചെയ്യുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, കഅബാലയമേ നീ എത്ര പരിശുദ്ധമായതാണ്, പക്ഷേ നിന്നെക്കാൾ പരിശുദ്ധമായതാകുന്നു ഒരു സത്യവിശ്വാസി, അവന്റെ അഭിമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ സഹാബത്തിനോട് ചോദിക്കണേ, അയ്യു യൗമിൻ ഹാദ, ഇന്നത്തെ ഈ ദിവസം ഏതാണ് എന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ അവർ മറുപടി പറഞ്ഞു, യൗമുൻ ഹറാം, വിശുദ്ധമായ ദിവസമാണ് ഇന്ന്. സുമ്മഖാല, പിന്നെ നബി ചോദിച്ചത് അയ്യു ഷഹരിൻ ഹാദ, ഇന്നത്തെ മാസം ഏതാ നിങ്ങൾക്കറിയോ? ഖാലു ഷഹ്റുൻ ഹറാം, ദുൽഹജ്ജ് മാസേനി, ഏറ്റവും വിശുദ്ധമായ മാസമാണ്. സുമ്മഖാല, പിന്നെ നബി ചോദിച്ചത് അയ്യു ബലദിൻ ഹാദ, ഈ നാട് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു ബലദുൻ ഹറാം, വിശുദ്ധമായ മക്കയാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ ഹറമ ബൈനകും ദിമാഅകും വഅംവാലകും വഅഅറാദകും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. ഈ നാട്ടിൽ, ഈ മാസത്തിൽ, ഈ ദിവസത്തിനുള്ള ഈ പ്രാധാന്യം എത്രയാണോ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്വത്തും അവന്റെ രക്തവും അവന്റെ അഭിമാനവും. കഅബയെ കുറിച്ച് ഒരാൾ വല്ലതും വേണ്ടാത്തത് പറഞ്ഞാൽ നമ്മൾ സഹിക്കോ?
നമുക്ക് താങ്ങാൻ കഴിയില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദരിക്കപ്പെട്ട സ്ഥാനത്താണത്. അതിനേക്കാൾ ആദരിക്കപ്പെട്ടവനാണ് ഒരു ഈമാൻ ഉൾക്കൊണ്ട ഒരു സത്യവിശ്വാസിയുടെ അഭിമാനവും അവന്റെ സ്വത്തും അവന്റെ ശരീരവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഇടപാടുകൾ കൊണ്ടും പലപ്പോഴും അവഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവഗണിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ ശ്രേഷ്ഠരായ വിശ്വാസികളെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇസ്ലാമിന്റെ ഗുണം, നമ്മൾ സ്വപ്നം കാണുന്ന സ്വർഗപ്രവേശനം എന്ന ആ വലിയ സ്വപ്നം അത് പൂർത്തിയാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അനിവാര്യമായ നന്മകളിൽ ഒന്നാണ് മുസ്ലിങ്ങളുമായി അവർ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിന്റെ 10-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് കേട്ട് പരിചയമുള്ള ആയത്താണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും എല്ലാ സത്യവിശ്വാസികളും സഹോദരന്മാരാണ്. അതുകൊണ്ട് ഫാസ്ലിഹൂ ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ എപ്പോഴും നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം, സമാധാനം ഉണ്ടാക്കണം, സന്ധി ഉണ്ടാക്കണം, നന്മ ഉണ്ടാക്കണം. ഏതെങ്കിലും രണ്ട് വിശ്വാസികൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ ആ അകൽച്ച ഇല്ലാതാക്കി അവരെ ഒന്നിപ്പിക്കേണ്ട ചുമതല സമൂഹത്തിനെ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്തു. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും. എങ്ങനെ? സഹോദരന്മാരെ പോലെ. അഹ് എന്ന് പറഞ്ഞാൽ, സഹോദരൻ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ ഗർഭാശയത്തിൽ തനിക്ക് മുമ്പോ ശേഷമോ ജനിച്ചവനാണ് അടിസ്ഥാനപരമായിട്ട്. ആ സഹോദര്യ സ്നേഹത്തിലേക്കാണ് സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബന്ധത്തിന് കൊടുത്ത നിർവചനങ്ങൾ ഒട്ടനവധിയാണ്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഅ്മിൻ ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ വസബ്ബക അസാബിഅഹു. തന്റെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികളുടെ സമൂഹം എന്നാൽ അത് ഒരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടത്തിന്റെ തറയും അതിന്റെ തൂണും അതിന്റെ ചുമരും അതിന്റെ കമ്പിയും മണലും കല്ലും ഒക്കെ പരസ്പരം കരുത്തു പകരുമ്പോഴാണ് ആ കെട്ടിടം ഉറപ്പുള്ള ഒറ്റ കെട്ടിടമായി നിലനിൽക്കുന്നത്. അതുപോലെയാകണം ഒരു സത്യവിശ്വാസി. ആ സമൂഹത്തിൽ ദുർബലത ഉണ്ടാവാൻ പാടില്ല, ആ സമൂഹത്തിൽ തകർച്ച ഉണ്ടാവാൻ പാടില്ല. അവർ ഒറ്റക്കെട്ടായി ഒരു കെട്ടിടത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ആ കെട്ടിടത്തിന് താങ്ങാകുന്നത് പോലെ മുഅ്മിൻ എന്ന ഒരു സമൂഹത്തിന് വേണ്ടി അതിലുള്ള മുഴുവൻ ആളുകളും പരസ്പരം ചേർന്ന് നിന്ന് സമൂഹത്തിന് താങ്ങാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇന്നമാ മസലുൽ മുസ്ലിമീന, സാമൂഹിക മുസ്ലിം സമൂഹത്തിന്റെ ഉദാഹരണം കറജുലിൽ വാഹിദി ഇദാ വജഅ മിൻഹു ശൈഉൻ തദാഅ ലഹു സായിറു ജസദി. എത്ര ഒരു കോടി മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും ആ മുസ്ലിങ്ങൾ ഒരൊറ്റ ശരീരം പോലെയാണ് ജീവിക്കേണ്ടത്. എന്നിട്ട് ആ ശരീരം, എന്റെ കാല്, ഞാൻ നടന്നപ്പോ എന്റെ കാലിന്റെ തള്ളവിരല് ഒരു കല്ലിന് നന്നായിട്ടാണ് കുത്തി, നഖം പൊട്ടിപ്പോയി, നല്ല മുറിവുണ്ടായി. തൽക്കാലം ഹോസ്പിറ്റലിൽ പോയി ഒരു സൂചിയൊക്കെ അടിച്ച് ഞാൻ എന്റെ വീട്ടിലെത്തി, ഡോക്ടറൊക്കെ കെട്ടി വീട്ടിലെത്തി. ഒരു അരമണിക്കൂർ കഴിയുമ്പോ അതിന്റെ വേദന തുടങ്ങും. എന്റെ കാലിന്റെ തള്ളവിരലിലെ മുറിവ്, ആ മുറിവിന്റെ വേദന ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക എവിടെ തരങ്ങള്? എന്റെ മുഖത്ത്. എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ചോദിക്കും, എന്താ മോനിക്ക് എന്തോ പറ്റിക്കണല്ലോ? ഒന്നുമില്ല, എന്റെ കാലിന്റെ തള്ളാവിരലൊന്ന് കുത്തി. ഉറങ്ങാൻ കഴിയില്ല, തല തിരിച്ചും മറിച്ചും വെച്ച് അസ്വസ്ഥനായി കിടക്കും. രാവിലെ എണീറ്റ് നടക്കുമ്പോ കാലിന്റെ അഴകിലൊരു കുളത്ത് നടക്കാൻ കഴിയുന്നില്ല. തൊട്ടോക്കുമ്പോ ഒരു മുഴ. എന്തേപ്പത്? തള്ളവരലുമത്ത മുറി. ആ മുറിവിനോട് നമ്മുടെ ശരീരം മുഴുവനും പ്രതികരിച്ചു. മുസ്ലിം സമൂഹത്തിൽ
എവിടെയെങ്കിലും ഒരാൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വേദനയാണ്, നമ്മുടെ എല്ലാവരുടെയും വേദന. മുസ്ലിം സമൂഹത്തിൽ ഒരാൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും ദുഃഖമാണ്. മുസ്ലിം സമൂഹത്തിൽ ഒരാൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും പ്രയാസമാണ്. ഒരൊറ്റ ശരീരം പോലെ ജീവിക്കേണ്ടവരാണ് സമൂഹത്തിലെ മുസ്ലിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ വൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ യകുഫു അലൈഹി റൈഅതഹു വയഹൂതുഹു മിൻ വറാഇഹി. എന്താ പറഞ്ഞേ? സത്യവിശ്വാസി മിർആത്തുൽ മുഅ്മിൻ, മിർആത്ത് എന്ന കണ്ണാടിയാണ്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ വിശ്വസിച്ച് നോക്കി തന്റെ കുറവുകളും തന്റെ ന്യൂനതകളും വിശ്വസിച്ച് അയാൾക്കത് സ്വീകരിക്കാൻ പറ്റും. അവന്റെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കും. അതുപോലെ തന്നെ അഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിക്ക് സഹോദരനാണ്. യകുഫു അലൈഹി റൈഅതഹു വയഹൂതുഹു മിൻ വറാഇഹി. അവനെ വീണുപോകാതെ താങ്ങിക്കൊണ്ടുപോകുന്ന ഒരു കുട്ടിയെ നമ്മൾ നടത്തം പഠിപ്പിക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ മുന്നിൽ നടക്കുമ്പോ നമ്മൾ ബേക്കിൽ ഇങ്ങനെ ആ കുട്ടിയെ തൊടാതെ ഇങ്ങനെ പോകും, ആ കുട്ടി വീഴുമ്പോ പിടിക്കാൻ വേണ്ടി. അങ്ങനെ സത്യവിശ്വാസികൾ പരസ്പരം താങ്ങായി തണലായി ജീവിക്കേണ്ടവരാണ്. ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു കൊതി തോന്നുന്നില്ലേ? പടച്ചോനെ, ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യക്കാരൻ അല്ലേ? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കേവലം സിദ്ധാന്തങ്ങൾ രചിക്കുക മാത്രമല്ല ചെയ്തത്, അതിനെ പ്രയോഗവൽക്കരിക്കാൻ പഠിപ്പിക്കുകയും അത് പ്രയോഗവൽക്കരിക്കാൻ അവർക്ക് അവസരം നൽകുകയും ചെയ്യാൻ. നോക്കൂ, ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസമാണല്ലോ അഭയാർത്ഥികളുടെ പ്രശ്നം. തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്ന് പട്ടിണി കൊണ്ടോ ആഭ്യന്തര കലാപങ്ങൾ കൊണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ തൊട്ടടുത്ത നാട്ടിലേക്ക് അഭയാർത്ഥികളായി കയറി വരുന്നവർ എല്ലാ രാജ്യങ്ങൾക്കും തലവേദനയാണ്. തുർക്കിയിലെ സിറിയയിലെ അഭയാർത്ഥികൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തലവേദന. മെക്സിക്കോയിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾ അമേരിക്കക്ക് തലവേദനയാണ്. ശ്രീലങ്കയിൽ നിന്ന് കയറി വരുന്നവർ ഇന്ത്യക്ക് തലവേദനയാണ്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവര് ഇന്ത്യക്ക് തലവേദനയാണ്. എല്ലാവർക്കും അഭയാർത്ഥികൾ എല്ലാവർക്കും. കാരണം അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കുക, അവരെങ്ങനെ പാർപ്പിക്കുക, അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വസ്ത്രം, അവർക്കുള്ള താമസം, ഇതൊക്കെ എന്നും ഏത് രാജ്യങ്ങൾക്കും പ്രശ്നം. എന്നാ ഒരു അഭയാർത്ഥികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകാര്യം ചെയ്ത രീതി ചരിത്രത്തിലെ തങ്കലിപികൾ കൊണ്ട് രചിക്കപ്പെട്ടിരിക്കുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അഭയാർത്ഥികളായി ഓടി വന്ന മുഹാജിറുകളായ മുസ്ലിങ്ങൾ ധരിച്ചിരിക്കുന്ന തുണിയല്ലാതെ വേറെ ഒന്നും കൈവശമില്ലാതെ ഇരുട്ടിന്റെ മറപറ്റി ജീവനും കൊണ്ട് ഓടി വന്നവരാണ് അവര്. ഒന്നുമില്ല, ഒരു നയാ പൈസ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ പ്രവാചകൻ കൈകാര്യം ചെയ്ത രീതി ലോകത്ത് തുല്യതയില്ലാത്ത രീതിയാണ്. മദീനക്കാരായ മുസ്ലിങ്ങളെ പ്രവാചകൻ വിളിച്ചു വരുത്തി. അവർക്ക് പ്രവാചകൻ ഖുർആനിന്റെ ഈ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുക, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികളൊക്കെ നിങ്ങളുടെ സഹോദരന്മാരാണ് കേട്ടോ. എന്നിട്ട് പ്രവാചകൻ ചെയ്തത് എന്താണെന്നറിയോ? മക്കയിൽ നിന്ന് വന്ന ഒന്നുമില്ലാത്ത, മുമ്പ് കണ്ടിട്ടില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ഒരു മുഹാജിറായ സ്വഹാബിയെ വിളിച്ചിട്ട് മദീനയിൽ പാർക്കുന്ന ഒരു മുസ്ലിമായ ഒരു സ്വഹാബിയുടെ കൈ പിടിച്ചിട്ട് രണ്ടാളെ കൈയിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് മദീനക്കാരനായ അൻസാരിയായ സ്വഹാബിയോട് നബി പറഞ്ഞു, ഇതാ ഇവൻ നിന്റെ സഹോദരനാണ്, ഇവനെ കൊണ്ടുപോയിക്കൊള്ളുക. അങ്ങനെ മക്കയിൽ നിന്ന് വന്ന മുഴുവൻ മുഹാജിറായ ആളുകൾക്കും മദീനക്കാരായ ഓരോ മുസ്ലിങ്ങളെ പ്രവാചകൻ അവരുടെ സഹായിയായി, സംരക്ഷകനായി നിശ്ചയിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് മദീനയിലെ മുസ്ലിങ്ങൾക്ക് അൻസാറുകൾ എന്ന പേര് വന്നത്. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ സഹായികൾ എന്നാണ് അർത്ഥം. ആ കൂട്ടത്തിലെ ഒരു സംഭവം ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന മക്കയിൽ നിന്ന് വന്ന ഒന്നുമില്ലാത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു കൊടുത്തത് അബൂ അയ്യൂബ് അൽ അൻസാരി
എന്ന സ്വഹാബിക്ക മദീനക്കാരനാണ്, അൻസാരിയാണ്. അബൂ അയ്യൂബുൽ അൻസാരിയെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കൈ ചേർത്ത് വെച്ചിട്ട് അബൂ അയ്യൂബുൽ അൻസാരിയോട് പ്രവാചകൻ പറയാണ്, അബൂ അയ്യൂബ്, ഇത് നിന്റെ സഹോദരനാണ്, കൊണ്ടേക്കോ. ഇനി കേൾക്കണം നിങ്ങൾക്ക് ബാക്കി ഭാഗം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന മനുഷ്യനെ അബൂ അയ്യൂബുൽ അൻസാരിക്ക് മുമ്പ് ഒരു പരിചയമില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരു ബന്ധമില്ല. ആകപ്പാടെ അവർ തമ്മിൽ ഒറ്റ ബന്ധമുള്ളൂ, എന്താണ്? മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്റെ സഹോദരനാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും കൊണ്ട് അബൂ അയ്യൂബുൽ അൻസാരി തന്റെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിനെ വിശ്രമിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, സഹോദര, ഇത് എന്റെ വീടാണ്, താഴെയുണ്ട്, മേലുണ്ട്. ഏതാണ് താങ്കൾക്ക് വേണ്ടത്? താഴെ വേണോ മേലെ വേണോ? അത് ഞാൻ താങ്കൾക്ക് തരാം സ്വന്തമായിട്ട്. ഈ കാണുന്നത് എന്റെ സ്വത്താണ്. ആ സ്വത്തിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത്? അത് ഞാൻ താങ്കൾക്ക് പകുത്തു തരാം. താങ്കൾ എന്റെ സഹോദരനാണ്. ഒരു വിവാഹം കഴിക്കാൻ താങ്കൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം. അതുകൊണ്ട് എനിക്ക് 2 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യയെ ഞാൻ തലാഖ് ചെല്ലാം. അവളുടെ ഇദ്ദയുടെ സമയപരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാം. ഇല്ലേ? ഒരു മനുഷ്യന് വേറെ ഒരാളോട്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വന്തം അനുജനോടും ജ്യേഷ്ഠനോടും പറയാൻ കഴിയാത്ത ഒരു വാക്കാണ് മുമ്പ് കണ്ടിട്ടില്ലാത്ത, എന്നാൽ ഇസ്ലാമിന്റെ കയറുകൊണ്ട് ചേർത്ത് കെട്ടിയ ഇവർ പറഞ്ഞത്. ഇനി അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ മറുപടി കേട്ടോ നിങ്ങള്. എന്താ പറഞ്ഞത്? എന്നായിക്കോട്ടെ, എനിക്ക് ആ പടിഞ്ഞാറേ ഭാഗം മതി, വീടിന്റെ മേലെ ഭാഗം മതി എന്നൊന്നല്ല പറഞ്ഞേ. ബാറക്കല്ലാഹ് ഫീ അഹ്ലിക വ മാലിക. സഹോദര, അല്ലാഹു നിങ്ങളുടെ സ്വത്തിലും നിങ്ങളുടെ കുടുംബത്തിലും അല്ലാഹ് ബർക്കത്ത് നൽകട്ടെ. ഈ നല്ല മനസ്സുണ്ടല്ലോ, ഈ നല്ല മനസ്സിന് അല്ലാഹ് ബർക്കത്ത് നൽകട്ടെ. എനിക്ക് ഒന്നും വേണ്ട, ഞാനൊരു കച്ചവടക്കാരനാണ്. നിങ്ങൾ മദീനയിലെ മാർക്കറ്റ് എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തരണം. അബൂ അയ്യൂബുൽ അൻസാരി അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് മദീനയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് പരിചയപ്പെടുത്തുകയാണ്. ആ മാർക്കറ്റിൽ പാൽക്കട്ടിയും പാലും അതേപോലെ ചില മധുര വസ്തുക്കളും ഉപയോഗിച്ച് പായസം പോലുള്ള ഒരു ചെറിയ കച്ചവടം കൊണ്ട് തുടങ്ങിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പ്രവാചകൻ മരണപ്പെടുമ്പോഴേക്ക് മദീനയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയ കഥ ചരിത്രത്തിൽ പിന്നെ നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ വിഷയമായിട്ട് എന്റെ ബന്ധമല്ല. എങ്ങനെയാണ് മുസ്ലിമായ ഒരാളെ മറ്റൊരാള് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതെങ്ങനെയാണ് സ്വഹാബത്ത് അവന്റെ ജീവിതത്തിൽ നിർവഹിച്ചത് എന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്, അല്ലേ? അപ്പോ ഈ ബന്ധം ഒരു ചില്ലറ ബന്ധമല്ല. നമ്മളൊക്കെ വ്യക്തി ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ശ്രദ്ധ കാണിക്കാറുണ്ട്. ചെറിയ ഇസ്ലാമില് വളരെ ചെറുതായി തോന്നുന്ന കാര്യങ്ങൾ പോലും വ്യക്തി ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുമ്പോൾ ഇസ്ലാം ഏറ്റവും ഗൗരവത്തോടു കൂടി പറഞ്ഞ സാമൂഹിക ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മുടെ സ്വാർത്ഥത കാരണത്താൽ നമ്മൾ വിട്ടുകളയാറുണ്ട്, വെട്ടിക്കളയാറുണ്ട്. നോക്കൂ, സത്യവിശ്വാസികൾ തമ്മിൽ യാതൊരു വേർതിരിവുമില്ല. പണത്തിന്റെ പേരിലോ തറവാടിന്റെ പേരിലോ ചെയ്യുന്ന ജോലിയുടെ പേരിലോ ഒരു വ്യത്യാസമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരി വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളുടെ കൂട്ടത്തിൽ ആദരിക്കപ്പെടുന്നത് അത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യാമുത്ത ശരീഅത്തിന്റെ നാളുകളിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, അലാ, ജനങ്ങളെ നിങ്ങൾ അറിയണം, ഇന്ന റബ്ബക്കും വാഹിദുൻ, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. വഇന്ന അബാക്കും വാഹിദുൻ, നിങ്ങളുടെ ബാപ്പ ഒന്നാണ്. അലാ, അറിയണം, ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ. ഒരു അറബിക്ക് അറബി അല്ലാത്തവനേക്കാൾ ഒരു പ്രാധാന്യവുമില്ല. എവിടുന്നാ പറയുന്നത്? അറബികൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന നാട്ടില്,
അവിടെ അറബി അല്ലാത്തവർ നീഗ്രോ മാത്രമല്ല, അടിമകള്. അവിടെയാണ് പ്രവാചകൻ പ്രസംഗിച്ചത്. ഒരറബിക്ക് ഒരനറബിയേക്കാൾ ഒരു പ്രാധാന്യവുമില്ല. ഒരനറബിക്ക് ഒരറബിയേക്കാളും ഒരു പ്രാധാന്യവുമില്ല. വല അഹ്മറ അല അസ്വദ വല അസ്വദ അല അഹ്മറ. ചുവന്നവന് കറുത്തവനെക്കാളും ഒരു പ്രാധാന്യവുമില്ല. കറുത്തവന് ചുവന്നവനെക്കാളും ഒരു പ്രാധാന്യവുമില്ല. ഇല്ലാ ബിത്തഖ്വ, ഇല്ലാ ബിത്തഖ്വ. നമ്മളൊക്കെ ആരെയാണ് ആദരിക്കാറുള്ളത്? വലിയ പൈസക്കാരെ, വലിയ ഉദ്യോഗസ്ഥന്മാരെ, വലിയ സ്ഥാനമാനുള്ള ആള്, അങ്ങനത്തെ ആൾക്കാരെ കണ്ടാൽ നമ്മൾ ചാടി എണീറ്റ് ഒരു സീറ്റൊക്കെ കൊടുത്ത് മൂപ്പരെ ബഹുമാനിക്കും. 5 നേരം നിസ്കരിക്കുന്ന നല്ല മുഖ്ലിസായ സാധുവായ ജീവിക്കാൻ കാര്യമായിട്ട് പണിയൊന്നുമില്ലാതെ പള്ളിക്ക ബാങ്ക് കൊടുക്കുന്ന ഒരാളൊക്കെയാണെങ്കിൽ ഓന് ഇരിക്കാനും കൂടി നമ്മളെ സദസ്സിന് സ്ഥലം ഉണ്ടാവില്ല. അവൻ അവഗണിക്കപ്പെട്ടവനായി മാറും. നമ്മൾ മനസ്സിലാക്കിയ ഇസ്ലാമും യഥാർത്ഥ ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസമാണ്. നോക്കൂ, പ്രവാചകന്റെ പള്ളിയിലേക്ക് ഒരാള് വന്നിക്കുക. അയാൾ വന്നിട്ട് നേരെ പ്രവാചകന്റെ അടുത്ത് വന്ന് പറയണേ, വിശന്നിട്ട് വയ്യ റസൂലേ, ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടിരിക്കുന്നു, പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വല്ലാത്ത അവസ്ഥയിലാണ്. കണ്ടാൽ തന്നെ അറിയാം. പ്രവാചകൻ നേരെ ഇറങ്ങിയിട്ട് പള്ളിന്റെ സൈഡില് തന്റെ ഭാര്യമാര് പാർക്കുന്ന റൂമുകളുണ്ട്, ഹുജറാത്ത് റൂമുകൾ. ആ റൂമുകളിലേക്ക് ചെന്നിട്ട് ഓരോ ഭാര്യയോടും ചോദിക്കുക, എന്താണുള്ളത്? ഒന്നുമില്ല, ദിവസങ്ങളായിട്ട് ഒന്നുമില്ല. നിരാശയോടുകൂടി വീട്ടിൽ വന്ന പ്രവാചകൻ പള്ളിയിൽ തിരിച്ചെത്തിയിട്ട് പള്ളിയിലെ ആൾക്കാരോട് പറയണേ, ഇതാ നമുക്കൊരു അതിഥി വന്നിരിക്കുന്നു, ഈ അതിഥിയെ സ്വീകരിക്കാൻ നിങ്ങളിൽ ആർക്കാണ് കഴിയുക? നമ്മുടെയൊക്കെ പള്ളിന്റെ മുമ്പില് വെള്ളിയാഴ്ച അല്ലാത്തന്നൊക്കെ എത്രങ്ങാനും ആൾക്കാരെ ഇരിക്കല്ലേ. ഒരാളെങ്കിലും കൊണ്ടുപോയിട്ട് എന്നാടാ ചോറുന്നോന്ന് പറഞ്ഞാണ്ട് നമ്മൾ തിന്നുന്ന ചോറ് മുഴുവൻ കൊടുക്കണ്ട, ഒരു ചോറും അതിന്റെ ചാറും കൊടുത്താല് ഓന്റെ വയറ് നിറയും. ഓന് തിന്നാൻ ആവശ്യമുള്ള ചോറ് എത്രയാണോ അതിന്റെ ഇരട്ടി ചോറ് വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ വീടിന്റെ അടുക്കളയിൽ നിന്ന് നമ്മുടെ ഭാര്യ പുറത്തേക്ക് തട്ടിക്കളഞ്ഞിട്ടുണ്ട് അല്ലേ? സാബത്ത് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി, ആരെ വീട്ടിൽ അപ്പൊ എന്തേലും ഉള്ളത്? ഒരു വീട്ടിലൊന്നും ഇല്ലല്ലോ. ഒരാള് പറഞ്ഞു, നബിയെ ഞാൻ ഒന്ന് പോയോക്കട്ടെ. അദ്ദേഹം തന്റെ വീട്ടിലെത്തി ഭാര്യയോട് ചോദിക്കണേ, എന്തെങ്കിലും ഇവിടെ ഭക്ഷണം ഉണ്ടോ? അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല ഇവിടെ ഒന്നുമില്ലാന്ന്. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുറുക്കിയതെന്നാ, കുട്ടികൾക്ക് പൊടി കുറുക്കൂലേ, കുറുക്കി വെച്ച ഇത്തിരി മാവുണ്ട്, വേറൊന്നുമില്ല. ഇയാളെ മുഖം 14 വരെ മതി. പ്രവാചകന്റെ ഒരു അതിഥി ഉണ്ട്, ആ അതിഥിക്ക് ഭക്ഷണം കൊടുക്കാനാ. ആ അതിഥിയെ കൊണ്ട് അയാൾ വന്നു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞേ, അതിഥി നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ നീ ആ വിളക്കൂതണം കേട്ടോ. കാരണം ഞാനും കൂടെ ഇരിക്കാതെ മൂപ്പര് കഴിക്കൂല, ഞാനും മൂപ്പരും കഴിച്ചാല് രണ്ടാളെ വിശപ്പും മാറൂല. അതുകൊണ്ട് നീ വിളക്കൂതിയാലേ ഞാനിങ്ങനെ കഴിക്കുന്നത് പോലെ അങ്ങനെ കാട്ടിക്കോളാം, ആ സാധു കഴിച്ച് വിശപ്പ് മാറ്റിക്കോട്ടെ. ഭാര്യ പറഞ്ഞു, നമ്മുടെ കുട്ടികൾ രാത്രി ഉണരുമ്പോ എന്താ കാട്ടുക? സാരല്ല, നമുക്ക് ഓരോ പാട്ട് പാടി കളിപ്പിച്ച് നമുക്ക് ഓരോ ഉറക്കാം. അള്ളാന്റെ പ്രവാചകന്റെ അതിഥി, ആ അതിഥി വിശപ്പടക്കട്ടെ. പറഞ്ഞതുപോലെ അയാളെ കൊണ്ടുവന്നിരുത്തി വിളക്കൂലി ഇരുട്ടത്ത് അയാൾ ഭക്ഷണം കഴിച്ചപ്പോ ആതിഥേയൻ തന്റെ കൈ കൊണ്ട് ഇടക്കിടക്ക് മൂപ്പരെ കയ്യും അങ്ങനെ തട്ടീന, ഞാനും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. പിറ്റേന്ന് രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെല്ലുമ്പോ പള്ളിയുടെ മുന്നിൽ പ്രവാചകൻ ഇയാളെ കാത്തിക്കുക, ഈ ആതിഥേയനെ. ആ ആതിഥേയനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, താങ്കളുടെ ഇന്നലെ ആ അതിഥിയോട് കാണിച്ച ആ ആതിഥേയ മര്യാദയുണ്ടല്ലോ, അള്ളാഹു ഏറെ സന്തുഷ്ടനായിരിക്കുന്നു. വഹിയാണ് അല്ലേ? നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായി പറഞ്ഞത് മുസ്ലിം ആവുക എന്നതാണ്. അതിന്റെ താഴെയാണ് പണവും പ്രശസ്തിയും ഒക്കെ. നമ്മുടെ വീട്ടിലെങ്ങാനും വല്ല സൽക്കാരോ ഒക്കെ ഉള്ള സമയത്ത് ഭക്ഷണത്തിന്റെ വലിയ ഗന്ധം കേട്ട്, പുറത്തേക്കുള്ള വാസന കേട്ട് സാധുവായ ഒരു ഭിക്ഷകൻ സലാം പറഞ്ഞ് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നാല് എന്തൊക്കെ ചീത്ത നമ്മൾ പറയാ. ഓരോരുത്തർ കയറി വരാൻ കണ്ട നേരം യാതൊരു മാനേഴ്സും ഇല്ല. ഒരു പരിപാടി നടക്കുമ്പോഴാ കയറി വന്ന് ചില്ലറ പൈസ കൊടുത്ത് പറഞ്ഞേക്കാറ്. ഓനെ ഗേറ്റ് തന്നാണ് ഉന്തി വിടില്ല. ഓൻ തിരിഞ്ഞു പോകുമ്പോ ഒന്നുകൂടി ചോദിക്കും, വിശക്കുന്നുണ്ട് ഓളവിടുന്നു അല്ലെ, ആട്ടി വിടും. എന്നാല് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ നാട്ടിലെ പണക്കാരനായ ആചാര്യ വലിയ ബെൻസ് കാറിൽ നമ്മളെ വീടിന്റെ മുറ്റത്തെത്തി, ആ നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഭക്ഷണം കഴിക്കുമ്പോ മുന്നിലോട്ട് ഇരിക്കുക, നിങ്ങൾ വരി, ഞാൻ കഴിച്ചിട്ടുണ്ടേ,
വിശക്കുമ്പോ വന്നാ പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ, അയാളെ പിടിച്ചിരുത്തി അണ്ണാക്കിലേക്ക് തള്ളി കയറ്റി കൊടുക്കും. അയാൾക്കത് വേണ്ട. പക്ഷെ നമ്മള് ഈമാൻ എന്ന ആ വലിയ ക്വാളിറ്റിയെക്കാളേറെ, ഗുണത്തെക്കാളേറെ നമ്മൾ മഹത്വം കൽപ്പിക്കുന്നത് പണത്തിനും സ്ഥാനത്തിനും തറവാടും അടക്കമുള്ള ഭൗതികമായ കാര്യങ്ങൾക്കാണ്. മനസ്സിലാക്കണം, ഒരാളെ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവനേക്കാൾ മേലെ ഈ ലോകത്ത് ആരുമില്ല, ഒരാളില്ല. എന്തുണ്ടായിട്ടും കാര്യമില്ല, ഈമാനിന്റെ മേലെ ഒന്നില്ല. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ടേ സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം അത് ഒലഞ്ഞു പോകാതിരിക്കാൻ, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ അക്കമിട്ട് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ചെറിയ രൂപത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസാണ്. നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ഹദീസാണ്, എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കുന്നത് നന്നായിരിക്കും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അപ്പാനോടും ഉമ്മാനോടൊക്കെ ഉള്ള ഹക്കാണത് എന്ന് പറയും. ഹക്ക് എന്ന് പറഞ്ഞാല് ബാധ്യത എന്നർത്ഥം. എന്താ ബാധ്യത എന്ന് പറഞ്ഞാല്? ഇയാളെ നോക്കല് നിന്റെ ഹക്കാട്ടോ എന്ന് പറഞ്ഞാല് എനിക്ക് ഒഴിവുണ്ടെങ്കിലും എനിക്ക് സൗകര്യം ഉണ്ടെങ്കിലും ചെയ്താൽ പോരാ, അതിന്റെ ബാധ്യത, ഹക്കായ ബാധ്യത അറിയും. അത് ഞാന് നിർബന്ധമായിട്ട് നിർവഹിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കളെ നോക്കല് നിന്റെ ബാധ്യതയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാല് അതിന്റെ സൗകര്യം പോലെ ചെയ്താൽ പോരാ, ഞാൻ നോക്കേണ്ടതാണ്. ഇവിടെ പ്രവാചകൻ സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിന് ഉപയോഗിച്ച പദം ഹക്ക് എന്നാണ്. ഹക്കുൽ മുസ്ലിമി, ഒരു മുസ്ലിമിനുള്ള ബാധ്യത, അലൽ മുസ്ലിമി, മറ്റൊരു മുസ്ലിമിനോട്, തന്റെ കുടുംബക്കാരനായ മുസ്ലിമെന്നോ തന്റെ അയൽവാസിയായ മുസ്ലിമെന്നോ തനിക്ക് പൈസ തരുന്ന മുസ്ലിമെന്നോ തനിക്ക് ജോലി തരുന്ന മുസ്ലിമെന്നോ ഇതൊന്നുമല്ല, ഒരു മുസ്ലിമിനോട് വേറെ ഒരു മുസ്ലിമിനുള്ള ബാധ്യത ഹക്ക് സിത്തുൻ, 6 ഖീല. അപ്പൊ സഹാബത്ത് നബിയോട് ചോദിച്ചു, വമാ ഹുന്ന യാ റസൂലല്ലാഹ്, വമാ ഹുന്ന യാ റസൂലല്ലാഹ്, നബിയെ അത് ഏതൊക്കെയാണ്? ആ 6 ബാധ്യതകൾ ഏതൊക്കെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുടങ്ങി. 1, ഇദാ ലഖീതഹു, നീ അവനെ കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈഹി, നീ അവനോട് സലാം പറയണം. സലാം പറയുക എന്നത് പരിചയം പുതുക്കാനുള്ള ഒരു വാക്കോ ആളെ പരിചയപ്പെടാനുള്ള ഒരു വാക്കോ ഒന്നുമല്ല. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ കണ്ടാൽ അവനോട് സലാം പറയണം. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചപ്പോ ഒന്നാമതായി റസൂൽ പറഞ്ഞത് അഫ്ശുസ്സലാമ ബൈനകുന്ന, അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങൾക്കിടയിൽ സലാമിനെ, സലാം പറയുന്നതിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക. സ്വഹാബത്ത് മദീന പള്ളിയിലൂടെ സഞ്ചരിക്കുമ്പോ അസ്സലാമു അലൈക്കും എന്ന് കയ്യൊട്ട് സലാം പറഞ്ഞേ. മുന്നിൽ പോയപ്പോണ്ട് ഒരു ഈത്തപ്പഴന്റെ തൂണ്, പള്ളിന്റെ തൂണാണ്, അങ്ങനത്തെ തൂണ്, ഒരാൾ തൂണിന്റെ അപ്പുറത്ത് കൂടി ഒരാൾ തൂണിന്റെ അപ്പുറത്ത് കൂടി പോയി. രണ്ടാമത് തൂണിന്റെ അപ്പുറത്തുനിന്ന് വീണ്ടും കണ്ടുമുട്ടിയപ്പോ അസ്സലാമു അലൈക്കും. അല്ലേ? ഒരു ചുമരിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് കൂടി വീണ്ടും വന്ന് കണ്ടുമുട്ടുമ്പോ അവർ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. സലാം പറയുക എന്നത് ഗ്രൂപ്പ് നോക്കിയിട്ടോ പാർട്ടി നോക്കിയിട്ടോ ഇഷ്ടാണോ അല്ലേ നോക്കിയിട്ടോ പരിചയമുണ്ടോ അല്ലേ നോക്കിയിട്ടോ നിർവഹിക്കേണ്ട ഒരു പണിയല്ല. ഒരു മുസ്ലിമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച ഒരു മുസ്ലിമാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ അയാളോട് സലാം പറയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ലഖീതഹു, നീ അവനുമായി കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈഹി, സലാം പറയണം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുസല്ലിമി الراكبു അലൽ മാശി വൽമാശി അലൽ ഖാഇദി വൽഖലീലു അലൽ കസീരി. ഈ സലാം പറയുന്ന ബാബ്, അധ്യായം, സലാമിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ ഇങ്ങനെ നോക്കണം. എത്രങ്ങാനും ഹദീസുകൾ എങ്ങനെ പറയണ്ടേ, ഏത് രൂപത്തിലാ പറയണ്ടേ. വരുന്നവൻ സദസ്സിലുള്ളവരോട് പറയണം, നടന്നു വരുന്നവൻ ഇരിക്കുന്നവരോട് പറയണം, വാഹനത്തിൽ വരുന്നവൻ നടന്നു പോകുന്നവനോട് പറയണം, നടന്നു പോകുന്നവൻ ഇരിക്കുന്നവനോട് പറയണം. ഒരു 10 ആളുണ്ട്, അവിടുത്തെ 5 ആള് വരികയാണെങ്കിൽ ആ വരുന്ന
സലാം പറയേണ്ടത് ഈ 10 ആളോട് എന്നിങ്ങനെ പറഞ്ഞിട്ട് സലാം പറയേണ്ടതിന്റെ, അത് മടക്കേണ്ടതിന്റെ മര്യാദകൾ പഠിപ്പിക്കുന്ന എത്രയോ നമ്മൾ സലാമൊക്കെ പറയും. അല്ല ഹാപ്പി മൂഡിലാണെങ്കിൽ, മൂഡ് ഓഫ് ആണെങ്കിൽ ഒരാൾ അതിലെങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോണ വഴിക്ക് തന്നെ അവൻ വരുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് റോഡ് മുറിച്ച് കടന്ന് ഇപ്പുറത്ത് കൂടെ പോകും. എന്ത് ഒന്നുമില്ല, ഓനെ കണ്ടപ്പോ സലാം പറയണം, അവർ ഇടങ്ങേറാണ്. എന്നിട്ട് സലാം പറയാൻ മടിച്ചങ്ങാണ്ട് ഇടങ്ങേറായി ട്രാഫിക്കുള്ള റോഡൊക്കെ മുറിച്ച് കടന്ന് അപ്പുറത്ത് കൂടെ പോകും നമ്മളല്ലേ. അതെ, അവ സലാം പറയാ. ഈ സലാം പറയുക എന്നത് മനസ്സിന്റെ ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹു നിങ്ങൾക്ക് രക്ഷയും സമാധാനവും തരട്ടെ എന്ന് പറയണമെങ്കിലേ അയാളോടുള്ള നമ്മുടെ സ്നേഹം കളങ്കരഹിതമാകണം, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒന്നാമത്തെ ഘടകമായി സലാം പറയലിനെ അള്ളാഹു തആല നിശ്ചയിച്ചത്. ഭക്ഷണം കൊടുക്കലും അതൊക്കെ പിന്നെ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ബാധ്യതകളിൽ ഒന്നാമത്തേത് സലാം പറയല എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരന് വേണ്ടി മനസ്സറിഞ്ഞുള്ള ഒരു പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിന്റെ സഹോദരന് വേണ്ടി നീ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരം ചെയ്യപ്പെടുന്ന പ്രാർത്ഥനയാണെന്ന്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ അഭിവാദന രീതിയാണ് സലാം പറയൽ. ബാക്കിയുള്ളതൊക്കെ ചില സന്ദർഭങ്ങൾക്കും ചില സാഹചര്യങ്ങൾക്കും നന്നായി തോന്നും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ള സമയത്താണെങ്കിൽ നമ്മളെ കുട്ടിക്ക് റാങ്ക് കിട്ടി, അത് പത്രത്തിൽ കൊടുക്കാൻ പോകുമ്പോൾ ആ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് സന്തോഷമാണ്. നമ്മളെ കുട്ടി കയറ്റിച്ചാടി നമ്മൾ അയലോക്കത്തെ വീട്ടിലേക്ക് കോഴെടുക്കാൻ പോകുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഓൻ ആട്ടി തല്ലാൻ തോന്നും. കാരണം ആ സന്ദർഭത്തിന്റെ വ്യത്യാസമാണ്. എന്നാൽ അസ്സലാമു അലൈക്കും എന്നുള്ള പദം സന്തോഷത്തിലും ദുഃഖത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഏത് സമയത്തും ഒരു മനുഷ്യന്റെ മനസ്സിലേക്കുള്ള ആശംസയാണ്. സരോജിനി നായിഡുവിന്റെ ഒരു വാക്കുണ്ട്, ഞാൻ മനസ്സിലാക്കിയതിൽ ലോകത്തിലെ ഏറ്റവും നല്ല അഭിവാദന രീതി ഇസ്ലാമിന്റെ അഭിവാദന രീതിയാണെന്ന. മനോഹരമാണത്, ഹൃദയസ്പർശിയാണത്. പക്ഷെ ചില സലാമോ ഒരു ഒച്ചേകാരം, അതല്ല, അതൊരു മനസ്സിന്റെ പ്രാർത്ഥനയാണ്. അസ്സലാമു അലൈക്കും അല്ലേ. നോക്കൂ, ഞാൻ 2-3-4 കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടേ അത് വിശദീകരിച്ച് നിങ്ങൾ ഹദീസിന്റെ ബുലുൽ മറാം അല്ലെങ്കിൽ റിയാദുസ് സാലിഹീൻ പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് അതിൽ സലാം പറയുന്നതിന്റെ മര്യാദകളും ശ്രേഷ്ഠതയും പറയുന്ന ചാപ്റ്ററുകൾ ഉണ്ട്. അതൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ. ഒരുപാട് പറയുന്നുണ്ട് ആ ഭാഗത്തിൽ. രണ്ടാമത്തേത് ഹക്ക്, രണ്ടാമത്തെ ബാധ്യതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഇദാ ദഅക ഫഅജിബുഹു. ഫഇദാ ദഅക, അവന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവന്റേതായ ഒരു ചടങ്ങിലേക്ക് നിന്നെ ക്ഷണിച്ചാൽ ഫഅജിബുഹു, നീ ആ ക്ഷണം സ്വീകരിക്കണം. അജിബു പറഞ്ഞാല് നീ അതിന് ഉത്തരം നൽകണം. നമ്മൾ ചില ആൾക്കാർ വിളിച്ചു വന്നെ പറയാ, ഞാനേ ഇപ്പൊ തന്നെ പറയാ, ഞാൻ എങ്ങോട്ടും പോരില്ല, എനിക്ക് അങ്ങനെ പോണ ഇഷ്ടമല്ല, ഞാൻ പോരില്ല, അതുകൊണ്ട് ഞാൻ വരില്ല കേട്ടോ, ഒന്നും വിചാരിച്ചത്. അതൊരു വലിയ ഔന്നിത്യവും ഒരു വലിയ വലിയ ഗുണവുമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ മോശം. എന്റെ ഒരു മുസ്ലിം സഹോദരൻ അവന്റെ ഒരു സന്തോഷത്തിലേക്ക് എന്നെ ക്ഷണിച്ചാൽ ആ സന്തോഷത്തിൽ പങ്കാളിയാവുക എന്നത് എന്റെ ബാധ്യത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ വിളിക്കുന്നിടത്തേക്ക് പോയി അവിടുത്തെ ഭക്ഷണം പ്രവാചകന് ആവശ്യമില്ലാത്ത സമയത്ത് പ്രവാചകൻ വെള്ളം കുടിച്ചു പോന്നിട്ടുണ്ടെന്ന. നോമ്പ് നോറ്റ സമയത്ത് പോലും മറ്റുള്ളവരുടെ ക്ഷണം സ്വീകരിച്ച് പ്രവാചകൻ അവരുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ക്ഷണിച്ചാൽ ഒരാള് ഒലുവി നിങ്ങൾ വരണം കേട്ടോ, അല്ലെങ്കിൽ ഇതാ നിങ്ങൾ വരണം കേട്ടോ എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ മറ്റു തടസ്സങ്ങളില്ലെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ഔദാര്യമല്ല, അവന്റെ ബാധ്യതയാണ്. ഇനി ക്ഷണിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ക്ഷണിക്കുമ്പോ അവനവന് തന്റെ വീട്ടിലേക്ക് വരുന്ന ആള്, അയാള് ഇപ്പൊ നമ്മൾ അങ്ങാടി കൂടെ ഒരാളിനെ തെണ്ടി എടുക്കുക, ഞാൻ അവനോട് പറയണം, നോക്കി ഈ വൈകുന്നേരം നോമ്പൊക്കെ എന്റെ പേരേക്ക് വരേണ്ടി പറഞ്ഞാലേ അയാള് എന്റെ അതിഥിയാണ്, അയാൾ എന്റെ അതിഥിയാണ്. അയാൾക്ക് പൈസ ഉണ്ടോ സ്ഥാനമാനം ഉണ്ടോ അതുപോലെ ഞാൻ ക്ഷണിച്ചു വന്നതാണോ അയാൾ എന്റെ അതിഥിയാണ്. ആ അതിഥിയെ ആദരിക്കൽ എന്റെ ഈമാന്റെ ഭാഗമാണെന്ന. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ ഫൽയുക്രിം വൈഫഹു, തന്റെ അതിഥിയെ ആദരിക്കട്ടെ. ഒരു അതിഥിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചാൽ അയാൾ എന്റെ വീട്ടിലേക്ക് വരൽ
എന്തുമാത്രം ബാധ്യതയാണോ അതിലേറെ ബാധ്യതയാണ് അയാളെ ആദരിക്കൽ. അയാളെ അപമാനിക്കലും അവഗണിക്കലും ഏറ്റവും വലിയ കുറ്റാണ്. ഞാൻ അത് പറയാൻ കാരണം, ഇന്നിപ്പോ നമ്മുടെ നാട്ടില് വിവാഹത്തിന്റെ വലീമ എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങൾ കാണിക്കാനുള്ള വൻകിട വലിയ പരിപാടികളാണ്. 1000, 5000, 15000, 25000 ആണ് കല്യാണങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നത്. ആ വരുന്നവർ നമ്മുടെ അതിഥികളാണ്. അവര് വീട്ടിൽ വന്നിട്ട് ഇരിക്കാൻ സ്ഥലമല്ല, നിൽക്കാൻ സ്ഥലമല്ല. ഓരെങ്ങനെ അന്തം വിട്ടുകൊണ്ട് അവസാനം ചോറുന്നാൻ പോയാലോ ജയിലിൽ പോയായിരിക്കും. പാത്രം കൊണ്ട് വരിക്കണം. ഇത്തിരി മാന്യത ഉള്ളോ കുറച്ചേരം നിന്നിട്ട്. ഞാൻ ഇപ്പോൾ ഒരാള് ഒരു വരി നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു വയസ്സങ്കാക്കണ്ടായി, അയാൾ പാത്രം അവിടെ ഇട്ടാൻ പോയി. കാരണം എത്ര നേരെ വരിക്കിടകൾ ആൾക്കാർ ഇങ്ങോട്ട് തിരക്കിയിട്ടേ കല്യാണത്തിന് വിളിച്ചോന്റെ കൺട്രോൾ ആദ്യം പോയി. പിന്നെ അത് വിളമ്പി കൊടുക്കണേ കൂലിക്ക് വരുന്ന പറയല്ലേ, ഇവരെ കുറച്ചൊക്കെ വിളമ്പിക്കാട് ഇവരെ കാണാനല്ലേ. പിന്നെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ കൗണ്ടറിന്റെ മേലുള്ള വിരിണ്ട് അതിങ്ങനെ കുലുങ്ങണ ആൾക്കാർ തിരക്കിയിട്ട്. കുറെ ആൾക്കാരെ കുപ്പായത്തില് തുണിയില് ആകെപ്പാടെ ലക്ഷങ്ങൾ നടത്തി പൊലിപ്പിച്ച കല്യാണം ഒന്നിനും പറ്റാതെ പൊളിഞ്ഞ് പാളിച്ചായി പോവാണ്. എന്റെ കാരണങ്ങള്, ഞാൻ ഒരാളെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അയാളെ ആദരിക്കാൻ എനിക്ക് കഴിയണം. ആ കഴിയുന്ന ഒരു ക്വാണ്ടിറ്റി, ആ കഴിയുന്ന ഒരു എണ്ണം അത് ഞാൻ കണക്കൂട്ടണം. ഒരു കല്യാണ സമയം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ. ആ 3 മണിക്കൂറിൽ എത്ര ആളുകളെ എനിക്ക്, എത്ര കസേരണ്ട്, എത്ര മേശണ്ട്, എനിക്ക് എത്ര അരി വാങ്ങാൻ കഴിയും, എനിക്ക് എത്ര പോത്ത് വാങ്ങാൻ കഴിയും, അതല്ല വിഷയം. എനിക്ക് എത്ര അതിഥികളെ ഈ സമയത്തിന്റെ ഉള്ളിൽ ആദരിക്കാൻ കഴിയും, അതാണ് ഞാൻ നോക്കണ്ടേ. ഇത് ഇവന്റ് മാനേജ്മെന്റ് കണക്കാക്കണ്ടല്ല, നമ്മൾ കണക്കാക്കണ്ട. ഒരു 12 മണിക്ക് തുടങ്ങി 3 മണിക്ക് തുടങ്ങി അവസാനിക്കുന്ന ഒരു കല്യാണത്തിലെ 1000ന്റെ മേലെ അതിഥികളെ സ്വീകരിക്കാൻ കമ്പ്യൂട്ടർ ആവേണ്ടി വരും. മനുഷ്യനായ കഴിയൂല. ഒന്ന് അസ്സലാമു അലൈക്കും വരി ഇരിക്കട്ടോ എന്ന് പറയണ്ടേ. ഒന്ന് നമ്മളൊക്കെ കല്യാണത്തിന് പല ആൾക്കാരും വന്നിട്ടേ പിറ്റേന്ന് വൈകുന്നേരം ഇങ്ങനെ ആരൊക്കെ വന്നിനാവലെ, ഞാൻ ആരെയും കണ്ടിട്ടില്ല, എങ്ങനെ കാണുക? നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചക്കൊരു പരിധിയില്ലേ, അതിന്റെ അപ്പുറത്തേക്കാവുമ്പത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ സങ്കടം പറയാ, എന്തായാലും തിരക്കി ചോറിട്ട്, നിങ്ങൾക്ക് ചോറിട്ടിയോ? എനിക്ക് ചോറിട്ടില്ല, ഞാൻ ഹോട്ടലിൽ നിന്ന് തിന്നു പോകുന്നതെന്ന്. കല്യാണത്തിന് പോയാളെ എന്നാ ഈ കല്യാണ വീട്ടിലോ ചോറ് എത്രയോ ചെമ്പ് കൊടുത്തിട്ട് കൊണ്ടുപോകാൻ ആളില്ലാതെ കുഴി കുത്തി തെങ്ങിന്റെ ചോട്ട് കുഴിച്ചിട്ടതും തൊട്ടടുത്ത എത്തിങ്ങാനിക്ക് പാർസലാക്കിയതൊക്കെ ഉണ്ടാവും. സംഗതി മുമ്പിൽ വെച്ചിരിക്കണ്, പക്ഷെ കൺട്രോളിന്റെ അപ്പുറത്തേക്കായത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതിഥികളെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആ അതിഥികളെ ആദരിക്കാൻ എനിക്ക് കഴിയണം. എനിക്ക് ആദരിക്കാൻ പറ്റാത്ത അതിന്റെ അപ്പുറത്തേക്കുള്ള അതിഥികളെ വിളിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് ബാധ്യതയല്ല എന്ന് മാത്രമല്ല, അത് ചിലപ്പോ അതിഥികളെ അപമാനിച്ചതിന്റെ, ഭക്ഷണം കൊടുക്കാതെ വിട്ടതിന്റെ, വെള്ളം കൊടുക്കാതെ വിട്ടതിന്റെ, ഒന്ന് ഇരിക്കാൻ സ്ഥലം ചൂണ്ടിക്കൊടുക്കാൻ കഴിയാതെ വിട്ടതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കുറ്റപ്പെടുത്തപ്പെടും, ഞാൻ കുറ്റക്കാരനാവും. അതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലേ? അപ്പോ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. വലിയൊരു കാര്യ, സ്വാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവൻ നിന്നോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഉപദേശം, ഒരു സഹായം അവൻ നിന്നോട് തേടിയാൽ ഫൻസഹ് ലഹു, നീ അത് നിനക്കറിയെങ്കിൽ ഓന് പറഞ്ഞു കൊടുക്കണം, അത് ചെയ്തു കൊടുക്കണം. നമ്മൾ സ്വാർത്ഥരാണ്. ഞാൻ ഇടങ്ങേറായിട്ട് ഫോമൊക്കെ പൂരിപ്പിക്കാനേ, ഞാൻ ഇടങ്ങേറായിട്ട് പൂരിപ്പിച്ചാൽ നിങ്ങളിപ്പോൾ ഞാനും കൊടുക്കണം, ആണെങ്കിൽ അവിടെ പോയി അവിടെ കിട്ടും പറയും, അവിടെ ചെല്ലാറ്. നമുക്കൊന്ന് ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ കസ്റ്റംസുകാരുടെ ഫോമൊക്കെ പൂരിപ്പിക്കാൻ ചില വയസ്സന്മാർ ആൾക്കാർ എന്താണ് എഴുതിക്കൊണ്ടാ, ഒന്നും വേണ്ട, പാസ്പോർട്ടിന്റെ നമ്പറും മൂപ്പരെ പേരും എഴുതി കൊടുത്താൽ മതി, അവിടെ വിളിക്കും, അല്ലേ? അങ്ങനെയാണ്. ഒരാള്, ഒരു മുസ്ലിമായ ഒരാള് ഒരു ഉപദേശം, ഒരു സഹായം, അപ്പൊ നമ്മളെന്താ ചോദിക്കാറിയോ? അങ്ങനെ ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരാളെ സഹായിച്ചിട്ട് എനിക്കെന്ത് നേട്ടാള്? എന്റെ സമയം പോകുന്നല്ലോ, എനിക്കെന്ത് കാര്യമുള്ളു? കേട്ടോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ ഖുറബി ദുനിയ, സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഈ ദുനിയാവിലെ ഒരു പ്രയാസം ഒരാളെ ലഘൂകരിച്ചു കൊടുത്താൽ, നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളില് അവൻ പോയിപ്പെടുന്ന ഒരു പ്രയാസത്തിൽ അള്ളാഹു അവന് ലഘൂകരണം നൽകുന്നതാണ്. ആശുപത്രിയിലൊക്കെ ചില ആൾക്കാർ ഡോക്ടറെ എവിടെ അറിയില്ല, കൗണ്ടർ എവിടെ അറിയില്ല,
ചീട്ട് എവിടെ അറിയില്ല, എക്സ്റേ എവിടെ അറിയില്ല, നമുക്കൊക്കെ അറിയാം. മൂപ്പരിങ്ങനെ നിന്ന് പരിങ്ങുണ്ടാവുന്നത് കൊണ്ട് കാക്ക വരി ഇതാ അങ്ങോട്ട് പൊയ്ക്കോളി എന്ന് പറഞ്ഞാല് എന്തൊരു സമാധാനമാണ്. നമ്മൾ പറയില്ല, അത് പറഞ്ഞെടുത്താല് നമ്മക്കെന്തോ കൊയിഞ്ഞാടി പോണമായിരിക്കാം അല്ലേ? അപ്പോ ഒരു സത്യവിശ്വാസിയായ ഒരാള് ഒരു സഹായം, ഒരു ഉപദേശം നിന്നോട് തേടിയാൽ, നോക്കൂ പ്രവാചകൻ വീണ്ടും പറയാം, പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ ദുന്യാവിലും പരലോകത്തിലും അള്ളാഹു അവന് ചില പ്രയാസങ്ങളിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കും. സത്തറ എന്ന് പറഞ്ഞാല് മറയാകുക, ഒരു മുസ്ലിമിന്റെ ഒരു കുറവ്, ഒരു ന്യൂനത, അത് മറ്റുള്ളവരിൽ നിന്ന് ഒരാൾ മറച്ചു വെച്ചാല് നാളെ ദുന്യാവിലും പരലോകത്തും ഇവന്റെ ന്യൂനതകൾ അള്ളാഹു തആല മറച്ചു വെക്കുന്ന അല്ലേ? അപ്പോ അള്ളാഹ് പിന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോ വലിയത് പറയാറുണ്ട്, ഞാൻ ഓനൊരു കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ അയിമ കെട്ടിച്ചിട്ടിന്റെ സമയം പോയി ഒരു വസ്തു കിട്ടിയില്ല എന്ന് നമ്മൾ പരാതി പറയാറില്ലേ? കേട്ടോണി, റസൂൽ പറയണേ, അള്ളാഹു തന്റെ അടിമക്ക് സഹായം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരടിമ തന്റെ സഹോദരനെ സഹായിക്കാൻ എത്ര സമയമാണോ ചെലവഴിക്കുന്നത് അത്രയും സമയം അള്ളാഹു തന്റെ അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന. എന്താ അള്ളാഹു അടിമയെ സഹായിക്കാറ്? അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തും സ്വർഗത്തിൽ എന്താ പദവി ഉയർത്തിയും ഈ ദുന്യാവിൽ അവന്റെ പ്രയാസങ്ങൾ ലഘൂകരിച്ചും അള്ളാഹു അവന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഒരാൾക്ക് വേണ്ടി നമ്മളെ കുറച്ച് സമയം, നമ്മളെ ഒരു ദിവസം, നമ്മളെ ഒരു മണിക്കൂർ, നമ്മളെ കുറച്ച് സമയം ഒരാൾക്ക് വേണ്ടി അങ്ങോട്ട് ചെലവാക്കിയാൽ അത് പോയി, ആ സമയം ബെസ്റ്റായി, ഒരു കാര്യം കിട്ടിയില്ല എന്ന് വിശ്വാസി പറയരുത്. നമ്മൾ ഓന് ചെയ്തു കൊടുത്തത് ഒരു ഫോം പൂരിപ്പിച്ചു കൊടുത്ത് കേൾക്കാനും, പക്ഷേ അള്ളാന്റെ നമുക്ക് കിട്ടിയതേ വളരെ വലിയ നേട്ട. അതുകൊണ്ട് സഹായിക്കുക. അടുത്തത് ഇതൊക്കെ ആ സ്നേഹത്തിന്റെ ഏറ്റവും കഠിനമായ ഭാഗമാണ്. ഒരാള് തുമ്മി, തുമ്മിയാൽ, ഈ തുമ്മെന്ന് പറഞ്ഞാലേ നമ്മുടെ ശരീരത്തിലെ സങ്കീർണമായ ഒരുപാട് പ്രക്രിയകൾ ഒരുമിച്ച് നടക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ തുമ്മല്. അങ്ങനെ തുമ്മിക്കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം ഒന്നും കണ്ട് സ്റ്റോപ്പാവും തുമ്മുമ്പോ. അങ്ങനെ തുമ്മിക്കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മുടെ ശരീരം വളരെ വളരെ ഉഷാറായിട്ട് പ്രവർത്തിക്കുമ്പോഴേ അൽഹംദുലില്ലാ കേടൊന്നുമില്ലല്ലോ, കേടൊന്നുമില്ല, അൽഹംദുലില്ലാ എന്ന് അവൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇദാ അതസ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തുമ്മി, ഫൽയഖുൽ, അങ്ങനെ തുമ്മിയാൽ അവൻ പറയണം അൽഹംദുലില്ലാ. തുമ്മികാണ്ട് ഹാച്ചി പണ്ടാറടക്കാതെ ഈ ജലദോഷം മാറുന്നില്ല, അതല്ല വേണ്ടേ, അൽഹംദുലില്ലാ അല്ലേ, അൽഹംദുലില്ലാ. അങ്ങനെ പറഞ്ഞാൽ ഫൈദാ ഖാല അൽഹംദുലില്ലാ, അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഖാല ലഹു അഖൂഹു, അവന്റെ കൂടെയുള്ള അവന്റെ അഖ് സഹോദരൻ ഒരു മുഅ്മിൻ, അവൻ പറയണം യർഹമുക്കല്ലാഹ്, യർഹമുക്കല്ലാഹ്, അല്ലാഹു എന്നോട് കരുണ കാണിച്ചിരിക്കും. ഫൈദാ ഖീല ലഹു യർഹമുക്കല്ലാഹ്, അങ്ങനെ ഒരാൾ, ഞാൻ തുമ്പി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ ഒരാൾ എനിക്ക് ആശംസ നേർന്നു യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫൽയഖുൽ, ഞാൻ അവന് വീണ്ടും തിരിച്ചു കൊടുക്കുക. എന്താ കൊടുക്കണ്ടേ? യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിങ്ങളെ നേരിന്റെ മാർഗത്തിലാക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. എന്റെ കാര്യത്തിൽ നിങ്ങൾ താല്പര്യം കാണിച്ച് എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ തിരിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്ത്? അള്ളാഹു നിങ്ങളെ ആ സന്മാർഗത്തിലാക്കുകയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നന്നാക്കി തരികയും ചെയ്യട്ടെ.
ഒരു പരിചയമില്ലാത്ത ഒരാള് ബസ് സ്റ്റാൻഡിൽ നിന്ന് തുമ്പിങ്ങാണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എനിക്കൊരു ഉറുപ്പ്യന്റെ ചെലവില്ല. എന്തിനാപ്പ ഞാൻ ഓന് വേണ്ടി പറയുന്നത്? ഞാൻ ഇറങ്ങുന്നു പറഞ്ഞാല് ഓൻ എനിക്ക് വേണ്ടി വളരെ നിഷ്കളങ്കമായ പ്രാർത്ഥന, പടച്ചോങ്ങൾക്ക് നിർമാർഗം തരികയും അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നാക്കി തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥനയുടെ വിലത്തിരങ്ങൾ അതറിയണമെങ്കിൽ നാളെ പരലോകത്തിരണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അള്ളഹാനോട് ചെയ്യുന്ന ഒരു ശുപാർശയാണ്. ആ ശുപാർശ അള്ളാഹ് സ്വീകരിച്ചാലേ അതിന്റെ ഫലം ഒരുപാട് വലുതാ. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥന കണ്ട് കിട്ടുകയാണ്, ചില്ലറ കാര്യമല്ല. അപ്പൊ അത് ചെയ്യണം. തുമ്മുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ യർഹമുക്കല്ലാ എന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ച് ഇവനു വേണ്ടി അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുകയും യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും എന്ന് പ്രാർത്ഥിക്കുകയും വേണം. നാലാമത്തെ കാര്യം പറഞ്ഞട്ടോ. അഞ്ചാമത്തേത് വഇദാ മരിള, അവൻ രോഗിയായാൽ ഫഉദ്ഹു, നിങ്ങൾ അവനെ സന്ദർശിക്കണം. ഒരു മുസ്ലിമായ മനുഷ്യൻ, നമ്മളെ നാട്ടിലൊക്കെ രാഷ്ട്രീയക്കാരും പൈസക്കാരും ഒക്കെ രോഗികളായാലേ ഓലക്കൊണ്ട് ഡോക്ടർമാരും രോഗിന്റെ കുടുംബക്കാരും കുടുങ്ങിയിട്ട് വാതിലൊക്കെ കാണാൻ ബോർഡ് വെച്ചിക്കണം, വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ്. കടത്തൂല തിരക്കിയിട്ട് ഒരു നോക്ക് കാണാൻ ജനാന്റെ ഉള്ളിൽ കൂടെ ഒക്കെ തിരക്കിയിട്ട്. എന്നാ സാധുവായ ഒരു മനുഷ്യൻ ഉണ്ടാകും അപ്പുറത്തെ മെഡിക്കൽ കോളേജിൽ 3 മാസക്കാലം ഓൻ ആ കടത്ത ഒരു മനുഷ്യ ഓനെ തിരിഞ്ഞോക്കൂല. ഒരു സത്യവിശ്വാസി രോഗിയായാൽ അവനെ സന്ദർശിക്കല് എന്തോരം വലിയ പുണ്യങ്ങള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനേ, നാളെ പരലോകത്ത് അള്ളാഹിന്റെ അടുത്ത് ചെല്ലുമ്പോ ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് അള്ളാഹു മനുഷ്യനോട് പറയും, യാ ഇബ്ന ആദം, യാ ഇബ്ന ആദം, ആദമിന്റെ മകനെ, മരിളത്തു, ഞാൻ രോഗിയായി കിടന്നു, ഫലാ തഉദ്നി, ഇന്നെ കാണാൻ വന്നില്ലല്ലോ, ഇന്നെ സന്ദർശിച്ചില്ലല്ലോ, ഇന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പൊ നമ്മൾ പറയുന്ന ഒരു ചോദ്യമുണ്ട്, യാ റബ്ബി, പടച്ചോനെ, കൈഫ അഊദുക്, ഞാൻ എങ്ങനെ റബ്ബേ നിന്നെ കാണുക, ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കുക? നോക്ക് അള്ളാന്റെ മറുപടി, വാഴ്ത്ത റബ്ബുൽ ആലമീൻ, നീ സർവ്വലോക രക്ഷിതാവായിരിക്കെ ഞാൻ എങ്ങനെ റബ്ബേ നിന്നെ വന്ന് കാണും എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ മറുപടി, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ, അമാ അലിംത, നീ അറിഞ്ഞിരുന്നില്ലേ, അന്ന അബ്ദി ഫുലാനൻ, എന്റെ ഇന്നാലിന്ന ഒരു അടിമ മരിള, അവൻ രോഗിയായി കിടന്നു നിന്റെ നാട്ടില്, അയൽപക്കത്ത്, കുറച്ചപ്പുറത്ത്. ഫലം തഅദുഹു, നീ അവനെ കാണാൻ പോയില്ല. അമാ അലിംത, നീ മനസ്സിലാക്കിയിട്ടില്ലേ, അന്നക ലൗ ഉത്തഹു, നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നു എങ്കിൽ ലവജത്തനി ഇൻദഹു, അവന്റെ അടുത്ത് നിനക്ക് എന്നെ കാണാമായിരുന്നു. എന്ന് പറഞ്ഞാല് അള്ളാഹനെ കാണാൻ പൂതിയാവുമ്പോ രോഗിനെ കാണാൻ പോയിക്കോന്നല്ല. പിന്നെ അള്ളാഹുവിനെ സന്ദർശിച്ചതിന്റെ പുണ്യം ആ രോഗിയെ സന്ദർശിച്ചാൽ നിനക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇത് പരലോകത്ത് അള്ളാഹ് നമ്മളോട് ചോദിക്കുന്ന. നമ്മള് രോഗികളെ കാണണമെങ്കിൽ കുറെ ഇത് വേണം. ഇത് ചിലപ്പോഴൊക്കെ ഇത് എന്താണ്, മകളെ കെട്ടിച്ച പെരിയിലിപ്പോ അവിടുത്തെ അലയാക്ക സുഖല്ല അടക്കാണ്, നമ്മൾ കുറെ കാലമായി ഇപ്പൊ കേട്ടിട്ടുവരെ പോയിട്ടില്ല, നേരം ഉണ്ടായിട്ടല്ല, നമ്മൾ ചെന്നിട്ടില്ലെങ്കിൽ ഓരെന്താ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചു പോയാലേ ആ വിചാരിച്ചേ കിട്ടുള്ളൂ. അള്ളാന്റെ കൂലി കിട്ടുന്ന ഒരു ഇബാദത്താണ് രോഗിയെ സന്ദർശിക്കുക. റിയാദത്തുൽ മരീദ് എന്ന് പറഞ്ഞാല് രോഗിയെ കണ്ടുപോരലല്ല. റിയാദത്തുൽ മരീദ് എന്ന് പറഞ്ഞാല് രോഗിന്റെ അടുത്ത് ചെല്ലുക, രോഗിക്ക് ആശ്വാസം നൽകുക, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് റിയാദത്തുൽ മരീദ്. പ്രവാചകൻ രോഗിന്റെ അടുത്ത് എന്നാൽ സംസാരിക്കാൻ പറ്റുന്ന രോഗികളാണെങ്കിൽ രോഗികളോട് സംസാരിക്കുകയും അവർക്ക് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ എന്ന് പ്രാർത്ഥിക്കും. അതേപോലെ വേദനയുള്ള ഭാഗത്തൊക്കെ തന്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് പ്രവാചകൻ ഇൻഷാ അല്ലാഹ് രോഗം സുഖപ്പെടുമെന്ന് പ്രവാചകൻ അവർക്ക് ആശംസിക്കുകയും ചെയ്യും. ഇപ്പോ പുതിയ കാലഘട്ടത്തിലെ ഈ പാലിയേറ്റീവ് ചികിത്സാ രീതി ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ട, ഏറ്റവും ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏർപ്പാടാണ്. കാരണം പണ്ടൊക്കെ പറഞ്ഞാൽ രോഗം എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിച്ചാൽ മാറും. ഇപ്പൊ രോഗിയായി കഴിഞ്ഞാലേ പിന്നെ മരിക്കോള രോഗിയാ.
അങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ മണ്ടിപ്പാഞ്ഞ് നാട്ടുകാർക്കടിയിൽ കൂടെ നടക്കുന്ന ഒരാള് അയാളൊന്ന് രോഗിയായി കിടന്നാല് ഒരാഴ്ച കിടന്നോക്കണം. ആ കിടപ്പിന്റെ വിഷമറിയാൻ ഒരാൾ കയറി ചെല്ലാനില്ലെങ്കിൽ, ഒരാൾ കയറി വരാനില്ലെങ്കിൽ, ആ മനുഷ്യൻ രോഗത്തിന്റെ വേദനയെക്കാളേറെയാണ് അയാൾ അനുഭവിക്കുന്ന മാനസിക വേദന. നമ്മൾ കിടക്കാഞ്ഞിട്ടാ. ഒന്ന് കിടന്നോക്കണ്ടേ. സാധാരണ കിടത്തല്ല, ഞാൻ ഇനി ഒരിക്കലും എണീറ്റ് നടക്കൂല എന്ന് ബോധ്യമാകുന്ന ഒരു കിടത്തുണ്ട്. അത് വല്ലാത്തൊരു കിടത്താ. ആ സമയത്ത് നമ്മൾ ഒരാള് ആ രോഗിന്റെ അടുത്ത് എന്ന് അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അതെന്തുമാത്രം സമാധാനം, അത് ഡോക്ടറുടെ മരുന്നിനെക്കാളേറെ സമാധാനപരമാണെന്ന് അനുഭവങ്ങൾ മനസ്സിലാക്കും. അതേപോലെ തന്നെ രോഗിയെ പരിചരിക്കാനും രോഗിയെ ശ്രദ്ധിക്കാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാവിലെ സുബഹിസ്കരിച്ചിട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഒരു വഴിക്ക് ഇങ്ങനെ പോകും. എന്നും പോകും. അപ്പൊ ഉമർ ഇങ്ങനെ സാധാരണ നോക്കല്, എങ്ങട്ടാ അബൂബക്കർ പോണേ പറയലില്ല, ചോദിച്ചാലും പറയില്ല. ഒരിക്കൽ അബൂബക്കർ പോണ വഴിക്ക് ഉമർ പോവുകയാണ്. പോയിട്ട് അബൂബക്കർ ഇങ്ങനെ പോയിട്ട് ചെറിയ ഒരു കൂരയിലേക്കാണ് കയറിയത്. ഉമർ പുറത്തെവിടെ നിന്ന് അബൂബക്കർ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഉമറാണ് ചെന്നപ്പോ ഒരു വയസ്സായ സ്ത്രീ കിടക്കുക, രോഗിയെ കിടക്കുക. ആ സ്ത്രീയോട് അബൂബക്കർ ഉമർ ചോദിക്കണേ, ഇവിടെ ഇപ്പൊ വന്നു പോയാൾ ആരാണ്? അറിയില്ല. അയാൾ ഇന്നും ബെർലിൻ്റെ അവിടെ, ആരാ എനിക്കറിയില്ല. അയാൾ വന്നിട്ട് എന്താ ചെയ്യല്? അയാൾ ഇന്നെ കഴുകി വൃത്തിയാക്കി തരും, വസ്ത്രം ധരിപ്പിച്ചു തരും, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, എന്റെ ആടിനെ കറന്നു തരും, എന്നിട്ട് സലാം പറഞ്ഞു പോകും. ഉമർ നെട്ടിപ്പോയി. ഖലീഫയാണ് അബൂബക്കർ. പക്ഷെ ഒരു രോഗിയോട് എങ്ങനെ പെരുമാറണമെന്ന് പ്രവാചകൻ ഈ പാലിയേറ്റീവിലൊക്കെ ഏറെ ശ്രദ്ധിക്കണം. അല്ലാത്ത ഈ ഒരു രോഗി, വർത്തമാനകാലത്ത് ഒരു രോഗി, ആ രോഗി അനുഭവിക്കുന്ന ശാരീരിക വേദനയെക്കാളേറെയാണ് അയാൾ അനുഭവിക്കുന്ന മാനസികമായ രോഗങ്ങൾ. നമ്മളൊക്കെ നമ്മുടെ കുട്ടികൾ ബെഡ്റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ആ ബെഡ്റൂമിന്റെ ബാത്റൂമിൽ പോകാൻ നമുക്ക് മടിയാ. എന്തേ? കുട്ടികളവിടെ ഇരിക്കുമ്പോൾ വാതിലടച്ചാലും നമ്മൾ എങ്ങനെയാ അവിടെ ഇരിക്കുക? പിന്നെ വല്ലാതെ വയറ്റിന്ന് ഒച്ചയും പുളിയും ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് കേൾക്കാതെക്കാൻ വേണ്ടി നമ്മൾ പൈപ്പ് ഇങ്ങനെ ബക്കറ്റൊക്കെ ഒന്ന് തുറന്നിടും, ഒച്ചയും പുളിയും പുറത്തേക്ക് കേൾക്കേണ്ടത്. അത്ര മടിയാ. നമ്മളെ പ്രിയപ്പെട്ടവര് നമ്മുടെ മലമൂത്ര വിസർജനങ്ങള് കാണണ്ട, അറിയുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല. നാളെ ആ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ മലന്ന് കടന്നിട്ട് നമ്മളെ വയറ്റിന്ന് മൂത്രവും മലം ഇങ്ങനെ പോവുക, മണത്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് മൂക്ക് പിടിക്കാനും വയ്യ, ശ്വാസം അയക്കാനും വയ്യ. എന്നിട്ട് ഇങ്ങനെ ഓരോ വെള്ളവും ബക്കറ്റായിട്ട് വന്നിട്ട് നമ്മളെ കാലൊക്കെ ഇങ്ങനെ അകറ്റി വെച്ചിട്ട് നമ്മളെ തുണിയൊക്കെ മാറ്റി നമ്മുടെ വിസർജ്യങ്ങളൊക്കെ ഓരിങ്ങനെ നീക്കം ചെയ്യുമ്പോഴേ ഈ ബോധം കൊണ്ടുള്ള കിടത്തുണ്ടല്ലോ, ബോധം കെട്ടാ പിന്നെ പോട്ടെ നമ്മളറിയില്ല. പക്ഷെ ഈ ബോധമായിട്ട് നമ്മൾ കിടക്കുമ്പോ നമ്മുടെ മക്കള് 18 20 വയസ്സായ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വെള്ളപാത്രവുമായിട്ട് നമ്മളെ ശുദ്ധിയാക്കാൻ വരുമ്പോഴേ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട്. അത് വാക്കുകൾ കൊണ്ടോ അക്ഷരം കൊണ്ടോ നമുക്ക് വ്യക്തമാക്കാൻ കഴിയില്ല. അവിടെയാണ് പാലിയേറ്റീവ് ചികിത്സയുടെ പ്രാധാന്യം. നമ്മളൊക്കെ ആ പാലിയേറ്റീവിന്റെ ഒരു വളണ്ടിയർ ആവണം. ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് അവിടെ കിടക്കുന്ന ഒരു രോഗിക്ക് ഒരാശ്വാസമാവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെ അത്തരം ഏർപ്പാടിലേക്ക് പറഞ്ഞു വിടാൻ നമ്മൾ മറക്കരുത്, മടിക്കരുത്. ഒരു കുട്ടിയൊക്കെ പോട്ടെ പാലിയേറ്റീവില്, ഓൻ പഠിച്ച് അറപ്പും വെറുപ്പും മാറിയിട്ട് ഓൻ വരട്ടെ. നാളെ നമ്മൾ കിടക്കണ്ടേ? അപ്പൊ നമുക്കും വേണ്ട ഒരു എത്രയോ പെരിയിലുണ്ട്. എന്താണ് ഈ മൂത്രവും ഇതൊന്നും കഴുകാത്തതെന്ന് ചോദിക്കുമ്പോഴേ ആ പെരിയത്തെ ആൾക്കാർ പറയണേ, പാലിയേറ്റീവിന്റെ വണ്ടി വന്നിട്ടില്ല, ഓല് വന്നാലാണ് കഴുകുക. അത്ര പ്രാധാന്യമുണ്ട് ആ വിഷയത്തിന്. നമ്മുടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ വിഷയത്തിൽ വലിയ ഒരു റോളുണ്ട് എന്ന് മനസ്സിലാക്കണം. രോഗിയായ സന്ദർശിക്കുക. അവസാനത്തേത് 6ാമത്തെ ബാധ്യതയായി പ്രവാചകൻ പറഞ്ഞത് ഇദാ മാത ഫത്തബിഉഹു. ഇദാ മാത, ഓ മരിച്ചാൽ ഫത്തബിഉഹു, ജോനെ പോയി കാണണമെന്നല്ല പറഞ്ഞ് കേൾക്കണം. നിന്റെ സഹോദരൻ മരിച്ചാൽ നീ ഓനെ പോയി കാണണമെന്നല്ല പറഞ്ഞേ. പിന്നെ എന്താ പറഞ്ഞേ? ഫത്തബിഉഹു, നീ അവനെ പിന്തുടരണം. ഏതാണ് പിന്തുടരല്? നിസ്കരിക്കാൻ വേണ്ടിയുള്ള മയ്യത്തിനെ കൊണ്ടുപോകൽ, അവിടെ നിന്ന് മറവ് ചെയ്യാൻ വേണ്ടി ഖബർസ്ഥാനിലേക്കുള്ള മയ്യത്തിന്റെ കൊണ്ടുപോകൽ. ഇത് രണ്ടിലും നീ അവന്റെ കൂടെ ഉണ്ടാവണം. നമ്മളെ വർത്തമാന കാലത്ത് 2 ദുരന്തങ്ങളുണ്ട്. ഒന്ന്, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരല്ലല്ലോ വൈകുന്നേരം മയ്യത്തെടുക്കുക. നമ്മൾ വേഗം പോയിട്ട് മയ്യത്തൊന്ന് കണ്ടുപോരും. മയ്യത്ത് കാണൽ പുണ്യാണോ? ആണ്. അടുത്ത ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ മയ്യത്ത് കാണൽ പുണ്യാണ്. പക്ഷെ നമ്മൾ ഇതുവരെ കാണാത്ത ആളെ മയ്യത്ത് കാണാൻ പോകല് പ്രത്യേകമായിട്ട് പുണ്യാണ് എന്ന് പറയാൻ പറ്റുന്ന തെളിവുകളൊന്നുമില്ല.
നമുക്കൊരു അറബ് നാടുകളിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താ അനൗൺസ് ചെയ്യാം? ഇന്ന ആള് മരിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയാ അറിയോ? മയ്യത്ത് നിസ്കാരം ഇന്ന പള്ളിയിലാണ് 4 മണിക്ക്. എല്ലാവരും അങ്ങോട്ട് എത്തുക. മയ്യത്ത് ഇങ്ങനെ പൊതുദർശനത്തിന് എല്ലാവരും കണ്ടോളും പറഞ്ഞാണ്ട് അങ്ങനെ തുറന്നു വെച്ച് ഈച്ചനയാട്ടി ഇരിക്കേണ്ട ഒരു പരിപാടി അല്ലത്. അത്യാവശ്യം ബന്ധുക്കളും മറ്റൊക്കെ കണ്ടിട്ട് നിസ്കരിക്കാൻ കൊണ്ടുപോവുക. ആ മയ്യത്ത് ജനാസ കൊണ്ടുപോകുമ്പോ ആ ജനാസയുടെ പിന്നിലും കൂടെയുമായിട്ട് പോവുക. ആ ജനാസ നിസ്കരിച്ചു കഴിഞ്ഞ് ഖബർസ്ഥാനിലേക്ക് എടുക്കുമ്പോ ആ മയ്യത്ത് മറവ് പാടുന്നത് വരെ കൂടെ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ലി, നിസ്കരിക്കുന്നത് വരെ ജനാസന്റെ കൂടെ മയ്യത്തിനെ കണ്ടുവന്നോന്ന് നല്ല പറഞ്ഞു കേട്ടോ. ജനാസ നിസ്കരിക്കുന്നത് വരെ ആ ജനാസയുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നാൽ ഫലഹു ഖീറാത്തുൻ, ഓന് ഒരു ഖീറാത്ത് കൂലി ഉണ്ടാകും. വമൻ ഷഹീദ ഹത്താ തുദ്ഫന, ഇനി മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മറവ് ചെയ്യുന്നത് വരെ ആ മയ്യത്തിന്റെ കൂടെ നിന്നാലേ കാനലഹു ഖീറാത്താനി, നമ്മളിത് നിസ്കരിക്കാൻ പോയാൽ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാം കെട്ട് പോരും. മയ്യത്തും കൊണ്ട് പിന്നെ 4 ആള് പോകല. നമുക്ക് ഒന്നുമില്ല, ഇപ്പത്തെ ചായപ്പൊടിയിലൊന്നും ഇങ്ങനെ കുത്തിരിക്കും. ഇനിയിപ്പോൾ അവിടെ ഇങ്ങനെ പള്ളിത്തോട് പോയി നിൽക്കണ്ടേ, അത് മടിച്ചിട്ട് 2 ഖീറാത്ത്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വമൽ ഖീറാത്ത്, ഈ ഖീറാത്ത് അറിയുന്ന നബിയെ? കാല, നബി പറഞ്ഞു, മിഥുലുൽ ജബലൈനിൽ അലീമൈനി, 2 വലിയ കുന്ന്. പ്രയോഗ, 2 വലിയ കുന്ന്, ജബല്, മലയോളം കൂലിയ. മയ്യത്തിന്റെ കൂടെ പോണ 1, 2 മയ്യത്ത് മറവ് ചെയ്യുന്നവരെ കൂടെ വേണം. ഒരു പുതിയ വിഷയം, അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയം തന്നെയാണ്. മയ്യത്ത് ഒരാൾ മരിച്ചാൽ ചെന്നോല് മയ്യത്ത് നിസ്കരിച്ചു പോരുന്ന ഒരു സംവിധാനം. ഇത് സത്യത്തില് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇസ്ലാമിക ലോകത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് അങ്ങനെ നിസ്കരിച്ച് ചെന്നോല് നിസ്കാരം, അത് ചില പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്, അതുകൊണ്ട് നിസ്കരിച്ച് അങ്ങനെ പോകും. എപ്പോഴാണ് നിസ്കരിക്കാൻ അറിയാത്തതുകൊണ്ട് നിസ്കരിച്ച് അങ്ങനെ പോന്നൊക്കെ. വേറെ ഒരു സഹാബിയുടെ മയ്യത്തും ഒരു സഹാബിയും അങ്ങനെ നിസ്കരിച്ചതായിട്ട് നമുക്ക് രേഖയിൽ എവിടെയും കാണില്ല. മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഒരു പൊതു സ്ഥലത്ത് കൊണ്ടുപോവുക, എല്ലാവരും കൂട്ടമായി നിസ്കരിക്കുക, എന്നിട്ട് ആ മയ്യത്ത് മറവ് ചെയ്യുക എന്നതിനപ്പുറം ചെന്നോല് ഒന്നുണ്ടാക്കിയാണ് ഇങ്ങനെ കല്യാണപ്പേരയിൽ ഇങ്ങനെ ചെന്നോല് ചോദിച്ചു പോരുന്നമാർക്ക് ആ നിസ്കരിച്ച് പോരല് വേണ്ടത്ര മാതൃകകളില്ലാത്ത ഒരു കാര്യമാണ് എന്ന് ചില പണ്ഡിതന്മാർ, അത് പണ്ഡിതന്മാരുടെ ചർച്ചക്ക് വിധേയമാവേണ്ട ഒരു വിഷയമാണ്. അത് മസലകളാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ചകൾ ഉണ്ടാവും. അതുകൊണ്ട് അത് ഒറ്റയടിക്ക് പറയാൻ സാധിക്കുന്ന ഒന്നല്ല. പക്ഷെ സാധിക്കുമെങ്കിൽ വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ ആ കൂട്ടമായ മയ്യത്ത് നിസ്കാരത്തിലേക്ക് നമ്മൾ അതിനാണ് പോയി. അല്ലാതെ മയ്യത്തിന്റെ നിസ്കരിച്ചാല് ഓന് ഖീറാത്തുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മയ്യത്തിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നത് വരെ പിന്തുടർന്നാൽ 1 ഖീറാത്ത്, നിസ്കാരം കഴിഞ്ഞ് ഖബർസ്ഥാനിലേക്ക് പിന്തുടർന്നാൽ 2ാമത്തെ ഖീറാത്ത്. അതാ പറഞ്ഞു. അത് നമ്മുടെ സഹോദരൻ, നമ്മുടെ കൂടെ ജീവിച്ച സഹോദരൻ, ആ സഹോദരൻ ഒറ്റക്ക് പോകുമ്പോൾ നമ്മൾ കൂട്ടിന് പോവുക അല്ലെ. അപ്പൊ സത്യവിശ്വാസികൾ തമ്മിലുള്ള 6 കടമ: ഹക്ക്, കണ്ട സലാം പറയാ; 2 തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക; 3 അവൻ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക; 4 അവൻ നില്ല ഉപദേശവും നിന്നോട് തേടിയാൽ അവന് ആ ഉപദേശം പറഞ്ഞു കൊടുക്കുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുക; 5 അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കണം; 6 മരിച്ചാൽ മയ്യത്തിനെ അനുഗമിക്കുകയും മറവ് ചെയ്യുന്നത് വരെ ആ മയ്യത്തിന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യുക. ഇത് ഹക്കാണ്, ബാധ്യതയാണ്. ഇത് നമ്മൾ കറകവഞ്ഞ മനസ്സ്, ഭൗതികമായിട്ടല്ല. ഞാൻ പോയില്ലെങ്കിൽ പോലെന്താ വിചാരിക്കുക, ഞാൻ നിന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ കുടുംബക്കാരെന്താ വിചാരിക്കുക, ഞാൻ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ അമ്മായിമ്മ എന്താ വിചാരിക്കുക, ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണെങ്കിൽ കൂലിയിട്ടില്ല, ആ നൃത്തം പോയി കിട്ടും. ഇത് ഒരു അമലാണ്, അള്ളാന്റെ കൽപ്പനയാണ്, സ്വാലിഹായ അമലാണ്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. അത് ആ കൂലി എനിക്ക് കിട്ടട്ടെ എന്ന നെയ്യത്തോടു കൂടി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ മതം അനുസരിച്ച് ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിയാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹിക്കാൻ കഴിയാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആളുകൾക്കിടയിൽ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന, തലകുനിക്കുന്ന കടബാധ്യതകളിൽ നിന്ന്
സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന്, മാനക്കേടുകളിൽ നിന്ന് അള്ളാഹു നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗബ ചെയ്യുവാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.